തമിഴക രാഷ്ട്രീയം നിർണായക വഴിത്തിരിവിലാണ്. ടി.വി.കെ നേതാവ് വിജയ് മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് രാഷ്ട്രീയ രംഗപ്രവേശനം ചെയ്തതോടെ ഈ തെരഞ്ഞെടുപ്പ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അടുത്തിടെ പുറത്തുവന്ന സർവേ പ്രകാരം വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയില്ലെങ്കിലും രണ്ടാം സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പാക്കുകയാണ്. അതായത് വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ വിജയ് എന്ന് പറയുന്ന നടന് രാഷ്ട്രീയക്കാരൻ രീതിയിലും തമിഴ്നാട്ടിൽ പ്രശസ്തി കിട്ടുമെന്നും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായി മാറുമെന്നുമുള്ള വിലയിരുത്തലുണ്ട്. സ്റ്റാലിന് തന്നെയാണ് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തമിഴകത്തിൽ പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുന്നുണ്ട്. വിജയ് ഒപ്പം നിർത്താൻ BJP ശ്രമം നടത്തുന്നുണ്ട്. സമ്മർദ്ദ വഴിയിൽ വിജയെ കൂടെ നിർത്താനാണ് നീക്കമെന്നാണ് സൂചനകൾ. ഇതിന്റെ ഭാഗമായി കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ്ക്ക് CBI സമൻസ് അയച്ചു. ഡൽഹി ഓഫീസിൽ ഈ മാസം 12-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിജയുടെ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് CBI കേസ് അന്വേഷിക്കുന്നത്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്ന അന്വേഷണങ്ങളുടെ തുടർച്ചയായാണ് ഈ നടപടി. തമിഴ് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് എന്തായാലും ഈ നോട്ടീസ് വഴി തുറന്നിട്ടുണ്ട്. നേരത്തെ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തോട് വിജയ് സഹകരിച്ചിരുന്നില്ല. വിജയ് കൂടെ ആവശ്യപ്പെട്ടിട്ടാണ് ദുരന്തത്തിൽ CBI അന്വേഷണം തുടങ്ങുന്നത്. വിജയ് തമിഴ്നാട്ടിൽ രൂപീകരിച്ച ടി.വി.കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ റാലിക്കിടെയാണ് കരൂരിലെന്ന് വൻ ദുരന്തമുണ്ടായത്. 2025 സെപ്റ്റംബർ 27-ന് കരൂരിലെ റാലിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് കുട്ടികളടക്കം 41 പേരാണ് മരിച്ചത്. വിജയ് എത്താൻ വൈകിയതും പോലീസ് സന്ദർശനത്തിലേറെ ജനങ്ങൾ എത്തിയതും ദുരന്തത്തിലേക്ക് നയിച്ചു. മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ആദ്യം പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞ ടി.വി.കെ സുപ്രീം കോടതിയെ സമീപിച്ച് CBI അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു. വിജയ് സ്വമേധയെ ആവശ്യപ്പെട്ടതാണെങ്കിലും CBI അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ വിജയ്ക്ക് കരൂർ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിസ്ഥാനത്തേക്ക് വന്നാൽ അവിടെ വിജയ്ക്ക് BJP സഹായഹസ്തവുമായി എത്തുമെന്നൊരു നിരീക്ഷണവും നടക്കുന്നുണ്ട്. അതായത് തമിഴ്നാട്ടിലെ സ്റ്റാലിനെ തറപറ്റിക്കാൻ വിജയ്ക്ക് സഹായങ്ങൾ ചെയ്തു നൽകി BJP കൈകൊടുക്കുകയാണോ എന്ന നിരീക്ഷണമുണ്ട്. ഇനി മറ്റൊന്നാണ് ജനനായകൻ ചിത്രത്തിന്റെ റിലീസിന്റെ പ്രതിസന്ധി. ചിത്രം ഈ മാസം 9-ന് റിലീസ് ചെയ്യാനിരിക്കെ ഇനിയും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. വിഷയത്തിൽ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. KVN പ്രൊഡക്ഷൻസ് മദ്രാസ് ഹൈക്കോടതിയിൽ റിട്ട് ഹർജി നൽകിക്കഴിഞ്ഞു. കേസ് എന്തായാലും പരിഗണിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയാക്കി 1 മാസം മുൻപ് തന്നെ ചിത്രം സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കേഷനായി സമർപ്പിച്ചിരുന്നു. ഡിസംബർ 19-ന് ബോർഡ് ചിത്രം കണ്ടു. 10ഓളം കട്ടുകൾ വേണമെന്ന് നിർദ്ദേശിച്ചു. ഈ മാറ്റങ്ങൾ വരുത്തി ചിത്രം വീണ്ടും നൽകി. എന്നാൽ ഇതുവരെയും സെൻസർ ബോർഡ് ചിത്രം കണ്ടിട്ടില്ലെന്നാണ് സൂചന. സർട്ടിഫിക്കറ്റ് നൽകാത്തതിനുള്ള കാരണവും വ്യക്തമല്ല. അതായത് വിജയുടെ സിനിമ ജനനായകൻ എന്ന് പറയുന്ന സിനിമ അതും തമിഴക രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്നൊരു തിരിച്ചറിവിന്റെ അടയാളത്തിലാണോ സെൻസർ ബോർഡ് ഇത്തരത്തിലേക്ക് നീങ്ങുന്നത് എന്നൊരു സംശയവുമുണ്ട്. ഇവിടെയും വിജയ്ക്ക് BJP തുണയാകുമോ എന്നതും കണ്ടറിയണം. രാഷ്ട്രീയത്തിലിറങ്ങിയ വിജയുടെ അവസാന ചിത്രമായാണ് ജനനായകനെ ആരാധകർ കരുതുന്നത്. വിടവാങ്ങൽ ചിത്രമായതിനാൽ തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ജനനായകന്റെ ടിക്കറ്റുകൾ നേരത്തെ തന്നെ വിറ്റു തീർന്നു. വലിയ പ്രതീക്ഷയിൽ ആരാധകർ എന്തായാലും കാത്തിരിക്കുകയാണ്. അതിനിടെയാണ് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകാത്തത് പ്രതിസന്ധിയാവുന്നത്. സർട്ടിഫിക്കറ്റ് നൽകാത്ത നടപടിക്കെതിരെ തമിഴക വെട്രി കഴകം രംഗത്തെത്തിയിട്ടുണ്ട്. CBI ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും സിനിമയ്ക്ക് സെൻസർ നൽകാത്തതും രാഷ്ട്രീയമായി വിവാദമാക്കാൻ തന്നെയാണ് ടി.വി.കെയുടെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ ടി.വി.കെയുമായി സഖ്യമുണ്ടാക്കുന്ന കാര്യം BJP പരിഗണിക്കുന്നുണ്ട്. വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്ന ആരുമായും സഖ്യത്തിന് തയ്യാറാണെന്ന് ടി.വി.കെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് BJPയുമായി വിജയ് കൈകോർക്കുന്ന ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് തമിഴ്നാട്ടിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ DMK വിരുദ്ധ മുന്നണിയിൽ പരമാവധി കക്ഷികളെ ഉൾക്കൊള്ളിക്കണമെന്ന നിർദ്ദേശമാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് എന്ന കാര്യവും നമ്മൾ പ്രത്യേകമായി പരിശോധിക്കണം. ഏതു വിധേനയും ടി.വി.കെയുമായി സഖ്യത്തിന് ശ്രമിക്കണമെന്ന സൂചനയും ദേശീയ നേതൃത്വത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത്. DMKയെ രാഷ്ട്രീയ എതിരാളിയായും BJPയെ പ്രത്യയശാസ്ത്ര എതിരാളിയും വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിലും ടി.വി.കെയുടെ മുഖ്യ ശത്രു DMK തന്നെയാണ്. DMKയും BJPയും ഒഴികെ ആരുമായും സഖ്യമുണ്ടാക്കാമെന്ന് പറഞ്ഞെന്ന ടി.വി.കെ വിജയെ മുഖ്യമന്ത്രിയാക്കിയാൽ ആരുമായും സഖ്യമുണ്ടാക്കാം എന്ന തരത്തിലേക്ക് മയപ്പെട്ടിട്ടുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യം കൂടി നിലനിൽക്കുമ്പോഴാണ് CBI അന്വേഷണ വിവാദവും സെൻസർ ബോർഡ് വിവാദവും ഒക്കെ വരുന്നത്. ഈ ഘട്ടത്തിൽ വിജയെ സഹായിക്കാൻ സാധിക്കുന്നത് BJPക്കാണ് എങ്കിൽ വിജയ് BJPക്കൊപ്പം അണിചേരുമോ എന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി പദത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യം മറക്കാതിരിക്കണം.